ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 ഓണം റിലീസായി തിയേറ്ററിലെത്തി വൻ വിജയം നേടുന്ന മുന്നേറുന്ന സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയായ 18-ാം ദിവസമാണ് ഇന്നലെ പിന്നിട്ടത്. സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ 100 കോടിയിലേക്കുള്ള കുതിപ്പറിയിച്ചുകൊണ്ടുള്ള 100 കോടി പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത്. ആദ്യ 17 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 48 കോടിയോളം കളക്ട് ചെയ്തിരുന്ന ഈ സിനിമ 18-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 2,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇതോടെ ഈ ചിത്രത്തിന്റെ 18 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 51 കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെ ടോവിനോ തോമസിന്റെ സോളോ റിലീസ് ചിത്രങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 50 കോടി ചിത്രമായി ARM മാറിയിരിക്കുകയാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ 87 കോടി പോസ്റ്റർ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വരെയുള്ള സിനിമയുടെ 18 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 84 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓണം റിലീസ് ചിത്രങ്ങളിൽ വമ്പൻ വിജയം നേടിയെടുത്ത്, അതായത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ കിഷ്കിന്ധാകാന്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ അഭിനയിച്ച് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ 17-ാം ദിവസമായ ശനിയാഴ്ച കേരള കളക്ഷനായി 1,46,00,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ 18-ാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയായി ഇന്നലെ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം 1,75,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 18 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 35 കോടിക്കടുത്താണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 18 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 65 കോടിക്കടുത്ത് നേടിയെടുത്തിരിക്കുകയാണ്. ജൂനിയർ NTR നായകനായി കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ദേവര. പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ 172 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ വിവിധ ട്രാക്കർമാർ വിവിധ രീതിയിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദേവര ആദ്യ ദിവസം 155 കോടി മുതൽ 161 കോടി രൂപ വരെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ 71 കോടി രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 243 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം രണ്ടാം ദിവസത്തെ കളക്ഷൻ സംബന്ധമായും വേറിട്ട കളക്ഷൻ റിപ്പോർട്ടാണ് ട്രാക്കർമാർ നൽകുന്നത്. അത് പ്രകാരം സിനിമ രണ്ടാം ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്തിട്ടുള്ളത് 55-60 കോടി റേഞ്ചിലാണ്. ആദ്യ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 1 കോടിക്ക് മുകളിൽ നേടിയെടുത്തപ്പോൾ തമിഴ്നാട് കളക്ഷനായി 4,32,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആന്ധ്ര തെലങ്കാന കളക്ഷനായി 108,32,00,000 രൂപയും കർണാടക കളക്ഷനായി 18,20,00,000 സ്വന്തമാക്കിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 22,85,00,000 രൂപയും ഓവർസീസ് കളക്ഷനായി 64 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 2 ദിവസം കൊണ്ട് 218,77,00,000 രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 35 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് കേരള വിതരണാവകാശം സ്വന്തമാക്കിയ ദേവര എന്ന സിനിമ അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ ചിത്രത്തിന്റെ 3 ദിവസത്തെ വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 300 കോടിക്ക് മുകളിലുള്ള ഔദ്യോഗിക പോസ്റ്റർ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ വിവിധ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 280 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. 300 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 180 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്റർ വിജയമായി മാറാൻ വേണ്ടി കളക്ട് ചെയ്യേണ്ടത് 360 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 2-3 ദിവസങ്ങളുള്ളിൽ തന്നെ ഈ സിനിമ വിജയകരമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാർത്തി, അരമുദ്സ്വാമി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് C. പ്രേംകുമാർ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയാണ് മെയ്യഴകൻ. ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് 7,70,00,000 രൂപയായിരുന്നു. തെലുങ്ക് കളക്ഷനായി 99 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടക കളക്ഷനായി 90 ലക്ഷം കളക്ട് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യ 2 ദിവസം കൊണ്ട് 28 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഓവർസീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 1,49,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 11,35,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് 4,15,00,000 കളക്ട് ചെയ്ത സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 8,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കാർത്തി നായകനായ മെയ്യഴകൻ എന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 28 കോടി രൂപയാണ്. ധനരചനയും സംവിധാനവും നിർവഹിച്ച് വിജയ് ആന്റണി, റിയ സുമൻ, ഗൗതം വാസുദേവ മേനോൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഹില്ലർ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമ 1,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആവറേജ് കളക്ഷനാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ ലബ്ബർ പാണ്ഡുവാണ്.
തമിഴരസൻ പച്ചമുത്തു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 20 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഹരീഷ് കല്യാൺ, അട്ടകത്തി ദിനേശ്, സ്വാസിക, സജ്ജന കൃഷ്ണമൂർത്തി എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആദ്യ 9 ദിവസം കൊണ്ട് 13,92,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 15,58,00,000 രൂപയായിരുന്നു. 10ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് 3 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 16 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 20 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത്രയേറെ സിനിമകൾ വന്നിട്ടും ഇപ്പോഴും ആവറേജ് കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന വിജയ് ചിത്രമാണ്. ഇന്നലെ ഞായറാഴ്ചയോടെ 25 ദിവസം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി ഏകദേശം 216,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 25ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച മാത്രം ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 90 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരുന്നത്. നിലവിൽ 25 ദിവസം കൊണ്ട് 457,37,00,000 രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ 7 സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.